നമ്മൾ ഇന്റർവ്യൂല് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ അപ്രൈസൽ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ പലപ്പോഴും ഒരാളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് നമ്മൾ അയാളെ ഹയർ ചെയ്ത് 2 വർഷമോ 1 വർഷം കഴിഞ്ഞ് അയാൾക്ക് അപ്രൈസൽ കൊടുക്കുമ്പോൾ അയാളുടെ ആ അപ്രൈസലിൻ്റെ പൊസിഷൻ, പുതിയ പൊസിഷനിലുള്ള ക്വാളിറ്റി അയാൾക്കുണ്ടോ നോക്കിയിട്ടല്ല നമ്മൾ അയാൾക്ക് അപ്രൈസൽ കൊടുക്കുന്നത്, അയാളുടെ നിലവിലുള്ള പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അത് തെറ്റാണ്. ഈ റോൾ ക്ലാരിറ്റി വരുമ്പോൾ ആ സമയമെത്തുമ്പോൾ, അപ്രൈസലിൻ്റെ സമയമെത്തുമ്പോഴേക്ക് അയാൾക്ക് ഈ പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലോട്ട് ജമ്പ് ചെയ്യാനുള്ള ക്വാളിറ്റീസോ ക്വാളിഫിക്കേഷൻസ് എടുക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഈ ഇന്റർവെല്ലിൽ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴേ അവർക്ക് ആ ഒരു പൊസിഷനെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ ആകെത്തുകയാണ് റോൾ ക്ലാരിറ്റി ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഗുഡ് 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 ഗുഡ്. ഇവിടെയൊക്കെ നമുക്ക് ബിസിനസ് ഓണേഴ്സിന് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. ഏറ്റവും നല്ല ബിസിനസ്സിൽ അവരുടെ ഇതിൽ തന്നെ അവരുടെ ഏറ്റവും നല്ല ആളുകളെ അവർ നല്ലതായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിചാരിക്കുന്ന അവനിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ അവന് ഇതങ്ങ് ഏൽപ്പിക്കാം. അത് എൻ്റർലി ചിലപ്പോൾ അവന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കണം എന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, അതങ്ങ് ഏൽപ്പിക്കും. പിന്നീട് തുടങ്ങും. ഇതുവരെ നന്നായിട്ട് അവന് പെർഫോമൻസ് ചെയ്യുന്ന ആൾ ശരിക്ക് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകും. അതെ, ഇത് ശരിക്കും ഐഡന്റിഫൈ ചെയ്യില്ല. ഇത് ഞാൻ തന്നെയാണ് ഇതിന്റെ കാരണം എന്ന് ഒരിക്കലും ഒരു ബിസിനസ് ഓണറിന് മനസ്സിലാവില്ല. അതെ, ഇവൻ എന്ത് പറ്റി, ഇതുവരെ ആൾ ഓക്കെ ആയിരുന്നല്ലോ, പക്ഷെ അവൻ അതിലാണ് ഓക്കെ ഉള്ളത്, ഇതിലും ഓക്കെ ആയിരുന്നില്ല. നന്നായി വർക്ക് ചെയ്യുന്ന, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന പല ആളുകളും ഒരു സുപ്രഭാതത്തിൽ ഡിസപ്പോയിന്റഡ് ആയിട്ട് കമ്പനി വിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത് ഈ ഒരു തരത്തിലുള്ള അനലൈസ് ചെയ്യാതെ ഉള്ള ഒരു ഓണറുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന, അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ പഠനത്തിൽ നിന്നും മറ്റുള്ള ട്രെയിനേഴ്സിൽ നിന്നും ഇത്തരത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തൊന്നും നമ്മൾ പഠിക്കേണ്ടത്. ഇതാണ് അവർ നമുക്ക് ചൊല്ലിത്തരുന്നത്. അപ്പോൾ അത് നമ്മൾ ആ അപകടത്തിൽ കൂടെ പോകണം. എന്തിനാണ് നമ്മൾ വാശി പിടിക്കുന്നത്? അപ്പോൾ അതുകൊണ്ടാണ് ഇത് പഠിക്കണം എന്ന് പറയുന്നത്. അതെ, നമ്മൾ പഠിക്കുകയും അതോടൊപ്പം ഇതുപോലുള്ള ബിസിനസ് മീറ്റുകൾ പങ്കെടുക്കുക. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടാവും. അവരുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരങ്ങളിലൂടെയും നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ഒരു പ്രോബ്ലം പറയുമ്പോൾ അവർക്കത് സില്ലി ആയിരിക്കും. കാരണം അവർക്ക് ഇങ്ങനത്തെ എത്രയോ പ്രോബ്ലം വന്ന് വളരെ ഈസി ആയിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതേ ആൾ തന്നെ നമ്മളോട് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഇത്ര ചെറിയ കാര്യം ഇതിന്റെ എല്ലാ പ്രശ്നം തീർത്തുന്ന ആളാണ്, അദ്ദേഹത്തിന് ഇത് തീർക്കാൻ കഴിയുന്നില്ലേ? കാരണം ആളുകൾക്കുള്ള എക്സ്പീരിയൻസ് വ്യത്യാസമാണ്. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഓരോ പ്രോബ്ലം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, പലതും വ്യത്യാസമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഹനീഫിക്ക, ഇത് നമ്മൾ പഠിക്കുമ്പം അത് അതുപോലെ തന്നെ ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉൾക്കാഴ്ചകൾ എന്താണ് എന്നുള്ളത്, ആ പറഞ്ഞതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അവർ പറഞ്ഞു തരുന്നത്. ബാക്കിയെല്ലാം നമ്മളുടെ വിവേചനം, നമ്മളെ ബിസിനസ്സിന് പറ്റിയ രീതിയിലാണ് നമ്മൾ അതിനെ ഷേപ്പ് ചെയ്തിട്ട്, അല്ലാതെ ഇങ്ങനെ തന്നെ ഒരു വരച്ച വരയിൽ ഒരു എഴുതി തന്നതുപോലെ ചെയ്യാനല്ലല്ലോ. അതെ, എന്ത് സിസ്റ്റം ആയാലും എന്ത് കാര്യങ്ങളായാലും നമ്മളെ ബിസിനസ്സിൽ എങ്ങനെ നടപ്പിൽ വരുത്താൻ മതി. ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പം നമ്മളിങ്ങനെ സിസ്റ്റം കൊണ്ടുവന്നപ്പോഴും ചില സമയങ്ങളിലൊക്കെ വലിയ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് സിസ്റ്റം കൊണ്ടുവന്നിട്ട്. അതിലെന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം വരുമ്പോഴത്തേക്ക് അതിൻ്റെ സിസ്റ്റം വന്നതിന് ശേഷം അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ആളുകളുണ്ട്. അത് ഇത്രയും 99 പ്രശ്നവും ഇല്ലല്ലോ, ബാക്കി ഒന്നേ ഉള്ളൂ. ഇനി ഈ ഒന്ന് തീർക്കാൻ വല്ല പണിയുണ്ടോ? നമ്മളൊന്നിച്ചിരുന്നാൽ മതി. ഈ ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്യാൻ പറ്റും, ഈ സിസ്റ്റം പോലെ തന്നെ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാമല്ലോ. ഒന്നിരുന്നാൽ 10 മിനിറ്റ് കൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണാവുന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മളെ ബിസിനസ്മാൻമാർക്ക്, നമ്മളെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇത് നമ്മളോടുമായി പങ്കുവെക്കാനും ഇത് വലിയൊരു ടീമായി മാറാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും കൂടെയാണ്. അതെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇറങ്ങിയത് തന്നെ ഒരു ബെനിഫിറ്റും ഉദ്ദേശിച്ചിട്ടല്ല. ഇതുപോലുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ പറയുമ്പോൾ ഒരു വൈബ് കിട്ടാനുണ്ട് നമുക്ക്. അതെ, ഇതിനെ ഇങ്ങനെയും ഒരു സാധ്യതയുണ്ട്, ഇങ്ങനെയും ഇത് ചെയ്യാം എന്നുള്ള അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ്. അവരത് ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ശരികൾ ഉണ്ടാവും. അപ്പൊ ഈ ശരികൾ കണ്ടെത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും അതായത് ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ഓണ്ടർപ്രനേഴ്സിന്റെ കഴിവ് തന്നെയാണ്. അതെ അതെ, അതിനാണല്ലോ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചില ആളുകളൊക്കെ ഇപ്പൊ നമ്മളെ വീഡിയോന്റെ താഴെ ഒരാളിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, പണിയെടുത്തിട്ട് എന്തേലും വേറെ പണിയൊന്നുമില്ല, ഈ സമയം പോലും അവിടെ പോയി പണിയെടുത്തുകൊണ്ട് എന്തെങ്കിലും ക്യാഷ് ഉണ്ടാക്കിക്കൂടെ എന്നാ ചോദിക്കുന്നു. എന്താ ചെയ്യുക? ഇങ്ങനെയൊക്കെ ആളുകൾ എന്താണ് നമുക്ക് എല്ലാവരും ഒരാൾ ഇതിലുകൊണ്ട് ബെനിഫിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലക്ഷ്യം സാധൂകരിച്ചു അതാണ് പ്രധാനം. വേറെന്താണെന്നറിയോ, ഈ സാധു ഇപ്പം നമ്മൾ കടലിൻ്റെ വക്കത്ത് പോയിരുന്നാൽ കടലിൻ്റെ വക്കിൽ വന്നിരുന്ന് കടൽ കാണുന്ന ആളുകളുണ്ട് അല്ലേ? കടലിലേക്ക് തോണിയെടുത്ത് ഇറങ്ങി മീൻ പിടിക്കുന്ന ആളുകളുണ്ട്, കപ്പലിൽ കയറി ആഴക്കടലിൽ പോകുന്ന ആളുകളുണ്ട്.
അതിനപ്പുറം കടലിൻ്റെ ആഴത്തിൽ പോയിട്ട് മുത്തും പവിഴം വരുന്ന ആളുകളുണ്ട്. കടൽക്കരയിൽ ഇരിക്കുന്ന ആൾ പറയാണ് എന്തിനാ അവർ കടലിൽ പോകുന്നു അല്ലേ, ബോട്ടിൽ പോകുന്ന ആൾ പറയാം എന്തിനാ ഇയാൾ ആഴത്ത് പോകുന്നു അതെ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ആ സാധുവിന് പട്ടിണിയാണ് പ്രശ്നം. അതെ, ഒരു ദിവസം കഴിയാനുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് വിചാരിക്കും നമുക്കും ഒരു ദിവസം കഴിയാനൊന്നും കാശില്ല എന്ന് വിചാരിച്ചിട്ട് പോയിക്കൂടെ പണിയെടുത്തൂടെ എന്ന് പറയുമ്പോൾ ഇതില്ലാത്തവരും ഭൂമിയിലില്ലേ, കാശുള്ളവരും ഇല്ലേ, അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് അവരല്ലേ തീരുമാനം. അങ്ങനെ വിട്ടുകൊടുത്തൂടെ? അപ്പോൾ നമ്മൾ അവരെ എവിടെ നിൽക്കുന്നു അവരെ എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അതിനോടൊപ്പം നിങ്ങൾ പറഞ്ഞതാണ് പ്രധാനം, ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അത് മതി. ഇങ്ങോട്ട് എല്ലാറ്റിനെയും പോസിറ്റീവായി എടുക്കാൻ തീരുമാനിച്ചാലേ അവർക്കേ അത് ഗുണം ചെയ്യുള്ളൂ. അതെ. അനീഫിക്ക, ഞാൻ അനിൽ സാറിനെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മനസ്സിലോട്ടൊരു എനിക്കുണ്ടായ ഒരു പോസിറ്റീവ് അനുഭവം ഞാൻ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പലപ്പോഴും എൻ്റെ എയിം സെറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ ഒരു ലക്ഷ്യം നമുക്കിത് ഇങ്ങനെ ചെയ്താലോ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാൻ അത് ഒറ്റയടിക്ക് തന്നെ ഞാൻ നോ പറയുമായിരുന്നു. അത് കേൾക്കാൻ പോലും തയ്യാറാവാതെ ഞാൻ അത് നോ പറയുന്ന തരത്തിലായിരുന്നു പല എൻ്റെ ഉത്തരങ്ങളും. കാരണം എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു. നിങ്ങൾക്കൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവാം. ഞാൻ ഇതിൽ ഇടപെടാണ്. കാരണം നിങ്ങൾ കുറെ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഒരുപാട് കഴിഞ്ഞ് നിങ്ങൾക്ക് ആൻസറബിൾ ആണ് നിങ്ങൾ നോ പറയാൻ. അപ്പൊ ഇയാളാണ് ഇതിൻ്റെതാണ് പറയുന്നത് എന്ന് നിങ്ങൾ ഗസ് ചെയ്യുന്നു. എന്നിട്ട് പെട്ടെന്ന് ചാടി നോ പറയുന്നു. ഞാൻ നോ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ അനുഭവിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിക്കേഷൻ പൂർത്തീകരിക്കാൻ സമ്മതിക്കാതെ തന്നെ ഞാൻ അവിടെ ഒരു ജഡ്ജ്മെന്റിൽ നോ പറയുന്നത്. ഈ നോ പറയുന്നതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ഒന്ന്, നമ്മളൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആദ്യം തന്നെ നമ്മുടെ മനസ്സ് പറയാ നോ, കാരണം നമ്മൾ അതിൽ റിസ്കുകളാണ് കാണുന്നത്. രണ്ടാമത്തത്, അങ്ങനെ ഒരു ലക്ഷ്യം നമ്മളോട് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് തടസ്സങ്ങളാണെങ്കിൽ നമ്മൾ നോ പറയും. ഓക്കെ, അനിൽ സാർ എന്നെ പഠിപ്പിച്ചത്, നമ്മുടെ ഒരു ക്ലാസ്സിൽ അനിൽ സാർ പഠിപ്പിച്ചത്, നിങ്ങൾ ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും തടസ്സങ്ങളെ കുറിച്ച് ചിന്തിക്കരുത്. എങ്ങനെ അത് അച്ചീവ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ലക്ഷ്യം സെറ്റ് ചെയ്യുക. ആ ലക്ഷ്യം നിങ്ങൾക്ക് എത്തിപ്പിടിക്കാവുന്ന ഒരു ലക്ഷ്യം നിങ്ങളത് ഒന്നും അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് എനിക്ക് ഇത്ര രൂപ വരുമാനം ഇന്ന മാസം കിട്ടണം. നിങ്ങൾ ലക്ഷ്യം സെറ്റ് ചെയ്യുക. എങ്ങനെ എന്നുള്ളത് ചിന്തിക്കുക. കാരണം ചിന്തിക്കുന്നിടത്ത് ആ ലക്ഷ്യം അപ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും കുറിച്ചിടും. നമ്മളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. അപ്പം അവസരങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം തടസ്സങ്ങളെ കുറിച്ചാണ് നമ്മളപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ അനിൽ സാർ ഇത് പറഞ്ഞത് മുതൽക്ക് ഞാനത് ചിന്തിക്കാൻ തുടങ്ങി. ശരിയാണല്ലോ, ഞാൻ പലപ്പോഴും ഇങ്ങനെ എൻ്റെ പാർട്ട്ണർ പറയുമ്പോഴും ഞാൻ ഓരോ ലക്ഷ്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോഴും നടക്കാതെ പോകുന്നത് പലപ്പോഴും ഞാൻ ഈ തടസ്സങ്ങളെ കുറിച്ചാണ് കൂടുതലും എൻ്റെ മൈൻഡ് ചിന്തിക്കുന്നത്. അത് പറഞ്ഞത് മുതൽക്ക് ഞാൻ ഓരോ കാര്യം പറയുമ്പോഴും കേട്ടിരിക്കാൻ തുടങ്ങി, പേഷ്യൻസോടു കൂടി കേട്ടിരിക്കാൻ തുടങ്ങി. അപ്പോൾ അതെങ്ങനെ നമുക്ക് ആ ഒരു ലക്ഷ്യത്തോടു കൂടി ആ ഒരു ലക്ഷ്യത്തിലോട്ട് നമുക്ക് എങ്ങനെ എത്താൻ കഴിയും എന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്കവിടെ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ മാർഗങ്ങളും നമുക്ക് തെളിഞ്ഞു വന്നു. ആ രീതിയിൽ എന്നെ മാറ്റിയെടുത്തത് അനിൽ സാറിൻ്റെ സെഷനാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ എന്താണ് എനിക്ക് കിട്ടിയത് എന്നുള്ളത് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അത് ഒരു മിനിറ്റ്, ഇവിടെ അനിൽ സാർ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല. നിങ്ങളും നാളെ നിങ്ങളൊരു ലക്ഷ്യം സെറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തടസ്സങ്ങളോ അതിൻ്റെ മാർഗങ്ങളോ ഒന്നും തന്നെ ചിന്തിക്കരുത്. ലക്ഷ്യം സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇനി ഇതെങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പം നമ്മളുടെ ലക്ഷ്യത്തിലോട്ട് എത്താനുള്ള മാർഗങ്ങൾ നമ്മൾ മുന്നിൽ തെളിഞ്ഞു വരും. ഒരു കാര്യം ഓർക്കുക, നമ്മൾ 3000 സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതിനുള്ള വഴികൾ നമ്മൾ നോക്കും. അത് 1000 സ്ക്വയർ ഫീറ്റ് മതി എന്നാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും 1000 സ്ക്വയർ ഫീറ്റ് വീട് 3000 ആവില്ല. 10,000 ആണെങ്കിൽ 10,000-നുള്ള വഴി എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ലക്ഷ്യം സെറ്റ് ചെയ്യുന്നത്. എങ്കിലും ആളുകൾ നമ്മളെ ആളുകൾക്ക് ഞാൻ ഇത്ര ചെറുത് ഞാൻ ലക്ഷ്യത്തിൽ വെച്ചത് കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്, ഞാനത് വെക്കാത്തതുകൊണ്ടല്ലേ. ഒന്നുകൂടി വിശദമായിട്ട് പറയും. വിശദമായിട്ട് ഇപ്പം എൻ്റെ അടുത്തുള്ള ഒരു വാഹനം, ഞാൻ ഇത് മതി, ഈ വാഹനം മതി എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ്. ഇതിനേക്കാൾ വലിയ വാഹനവും എനിക്ക് ആഗ്രഹിക്കുകയേ വേണ്ടൂ, അതിനുവേണ്ടി പണിയെടുക്കുക പോലും വേണ്ടെന്നാണ്. ശരിയാണ്, നമ്മൾ മുമ്പിലേക്ക് വരും. അതെ, വരും. ഇത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെ അതൊന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നില്ല, ലോയിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല. ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ മതി എന്ന് തീരുമാനിച്ചത് ഞാൻ അതിൻ്റെ ആളാകും. അവനവൻ തന്നെയാണ്. അവനവൻ തന്നെ. അതുകൊണ്ടാണ് നിങ്ങൾ
ദരിദ്രരായി ജനിച്ചാലും അത് ജനിച്ചാൽ നിങ്ങളുടെ തെറ്റല്ല, ദരിദ്രരായി മരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ മാത്രം തെറ്റാണെന്ന് പറയുന്നത്. കാരണം നമ്മളാണ് തീരുമാനിക്കുന്നത് ദരിദ്രരായി ഞാൻ മരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിലാണ്. പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള പഠനത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഫെയിലിയേഴ്സ് ഉണ്ടാവും, ഫെയിലിയേഴ്സാണ് നമ്മളുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാം സക്സസ്ഫുൾ ആകുമ്പോൾ യെസ് നമ്മളുടെ പാത്ത് ശരിയായിരുന്നു, പക്ഷേ ഫെയിലിയേഴ്സ് വരുമ്പോൾ നമ്മൾ പുതിയ പുതിയ ആശയങ്ങളും അറിവ് നേടാനുള്ള ശ്രമവും നമ്മൾ നടത്തുമെന്നുള്ളത്. ഫെയിലിയേഴ്സിനെ ഭയക്കേണ്ട ആവശ്യമില്ല. ഫെയിലിയേഴ്സ് ഇല്ലാത്ത ഒരാൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അവൻ എപ്പോഴും ഇതിനേക്കാൾ വലിയ ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പണിയാവും. അതെ, കാരണം അവന് ഫെയിലിയേഴ്സ് ഇല്ല എന്ന് വിചാരിച്ചാൽ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിനർത്ഥം. ഫെയിലിയേഴ്സ് ഇല്ലെങ്കിൽ അതാണ് ചലഞ്ചസ് ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവും. അതിൽ നിന്ന് കൂടുതൽ നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളത്.